സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിക്കോടി പഞ്ചായത്തിലാണ്. നമ്മുടെ തിക്കോടി ബീച്ചിൽ നിന്ന് എനിക്ക് വീണ് കിട്ടിയ സൗഹൃദമാണ് നമ്മുടെ റഹ്മാൻക. എനിക്ക് ഒരുപാട് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ പ്രായത്തിനേക്കാളും ബന്ധങ്ങളെക്കാളും ഒരു ദിവസങ്ങളെക്കാളും ഒരുപാട് സൗഹൃദ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ റഹ്മാൻക. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഈ പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകർ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് നീങ്ങണമെന്ന് എനിക്ക് പറയാനുണ്ട്. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങൾക്ക് സ്വീകരിക്കാൻ തള്ളാം. പക്ഷെ ഞങ്ങൾ വിളിക്കുന്ന റഹ്മാൻഖാനാണ്. പുള്ളിക്കാരനാണ് എൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നത്. അദ്ദേഹം കുറേ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ആയുർവേദത്തിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകളും കാര്യങ്ങളും വിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സ്ഥലം പേരാമ്പ്രയിലാണ്. ജനിച്ചു വളർന്ന സ്ഥലം മേപ്പയൂരാണ്. 12 വയസ്സ് മുതൽ മാർക്കറ്റിംഗ് ഫീൽഡിലാണ്. ഞാൻ വിശ്വസിക്കുന്ന അള്ളാഹു, നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാൻ, മറ്റുള്ളവർ വിശ്വസിക്കുന്ന യഹോവ, എല്ലാം ഏകശക്തിയാണ്. ഈ ഏകശക്തിയോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടേതായ കാര്യങ്ങൾ, ഓരോ ഡേ നടന്ന കാര്യങ്ങൾ അവതരിപ്പിക്കണം. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ആ ശക്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പ്രപഞ്ച ശക്തി എന്നോ അള്ളാഹു എന്നോ യഹോവയെന്നോ ഭഗവാൻ എന്നോ എന്ത് വേണേ പറഞ്ഞോളൂ. അപ്പോ ഈ ശക്തിക്ക് അത് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു യുഗത്തിൽ നമ്മൾ അധികം ആളുകളും ഇപ്പോ ചെറുപ്പക്കാരനായ നിങ്ങൾ എനിക്ക് കണ്ടുമുട്ടാൻ പറ്റി. കണ്ടുമുട്ടിയപ്പോൾ തന്നെ എന്താ പറയുക, നമ്മൾ യൂട്യൂബ് ചെയ്തു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരാഴ്ച 1 വീക്ക് അല്ലെങ്കിൽ 2nd വീക്കിൽ നമ്മൾ വീണ്ടും ബന്ധപ്പെടുകയാണ്. 12ാമത്തെ വയസ്സിൽ ഞാൻ ബാംഗ്ലൂരിലൊരു ഷോപ്പിൽ ജോലി ചെയ്തു. ഇതിനുശേഷം ഏതാണ്ട് ഒരു 14 വയസ്സ് 15 വയസ്സായ സമയത്ത് തന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇൻസ്റ്റാൾമെൻ്റായിട്ട് കൊടുക്കുന്നത് തുടക്കമായിരുന്നു. അതിനുശേഷം അത് പ്ലാസ്റ്റിക് വിട്ടിട്ട് സ്റ്റീൽ പാത്രങ്ങളായി മാറി. അതിനുശേഷം ഇപ്പോൾ തുണി ബിസിനസ്സിലേക്ക് മാറി. തുണി ബിസിനസ്. ഈ സ്റ്റീൽ പാത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന വീടുകളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഷർട്ട് പീസും പാൻറ്റും അല്ലെങ്കിൽ സാരിയും ഒക്കെ കൊടുത്തു. അത് ഓരോരോ ക്വാളിറ്റി, ഓരോരോ ആളുകളുടെ ഏവറേജ്, അവരുടെ പിന്നെ എന്താ പറയുക, അവരുടെ റേഞ്ച് ഉണ്ടല്ലോ. ഒരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന് വേണ്ട ഷർട്ട് അതിന്റെ ക്വാളിറ്റി വെച്ചോ, സാധാരണക്കാരന്റെ വെച്ചു ഒന്ന് കൊടുത്തു. അങ്ങനെ ഏതാണ്ട് 27 വർഷം ഞാൻ കണ്ണൂരിൽ ജോലി ചെയ്തു. ഇൻസ്റ്റാൾമെന്റ് ലക്ഷക്കണക്കിന് രൂപ ആ ബിസിനസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവസാനിപ്പിക്കും. ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ ഒരു ലോഡ്ജ് മുറി, സ്വദേശി ഡിഫൻസ് ലോഡ്ജ് എന്ന് പറയുന്ന ലോഡ്ജ് മുറിയിലായിരുന്നു താമസം. അവിടെ ഫിലിം ഷൂട്ടിങ്ങിന് എൻ്റെ നടന്മാരും വരികയായിരുന്നു. അവിടെ പിന്നെ ഞാനെന്നപ്പോൾ തന്നെ ഇൻസ്പെക്ടർ ബൽറാം പോലെ പല ഫിലിമുകൾ അവിടെ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഫുഡൊക്കെ ഞാൻ എന്ത് ചെയ്ത് മാസങ്ങളോളം കഴിച്ചിട്ടുണ്ട്. മമ്മൂട്ടി ഉൾപ്പെടെ, നസീർ ഉൾപ്പെടെ. സിനിമാ ഫീൽഡ് ബന്ധങ്ങളില്ല, അവരുടെ ഫുഡ് കഴിക്കുക, അതോടൊപ്പം അവരൊക്കെ ഒന്ന് പരിചയപ്പെടാനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പ്രേം നസീർ കൈപിടിച്ചിട്ട് എന്താ പറയുക, സലാം പറയുക, അതേപോലെ എന്താ പറയാ, മറ്റേ മമ്മൂട്ടിയെ കാണുക, നേരിട്ട് കാണുക, സംസാരിക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കുറെ ജീവിതത്തിൽ നല്ലൊരു കാര്യമാണ്. 27 വർഷത്തിന് ശേഷം പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോന്നു. ഒരു 18 വർഷത്തോളം എന്തായി, ഒരു യുനാനി ആയുർവേദ ഷോപ്പ്. പക്ഷെ പേരാമ്പ്രയിൽ അന്ന് യുനാനി ഷോപ്പോ ആയുർവേദ ഷോപ്പ് ഇല്ലായിരുന്നു. ന്യൂ മെഹന്തി ഹെർബൽ ഹെയർ ഓയിൽ എന്ന് പറയുന്നത് മുടി നല്ലപോലെ തയ്ച്ചു വളരാനുള്ള എണ്ണയും, അതേപോലെ ഫാസ്റ്റ് റിലീഫ് പെയിൻ ഓയിൽ, അന്നത്തെ പേരതല്ല. ആ 2 സാധനങ്ങളും ഉണ്ടാക്കാൻ എന്നെ 2 വ്യക്തിത്വങ്ങൾ പഠിപ്പിച്ചത്. ഇപ്പോൾ റഹ്മാന്റെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് സംഭാവന ചെയ്യുന്നു എന്ന് പറയുന്നത് ഡോക്ടർ മുഹമ്മദ്, അതേപോലെ പിന്നെ ഇസ്മായിൽ സാഹിബ്. ഈ ഒരു പ്രോഡക്റ്റ് 2ഉം ഇപ്പോൾ ഉത്പാദിപ്പിക്കുകയും ഫാസ്റ്റ് റിലീഫ് പെയിൻ ഓയിൽ എന്ന് പറഞ്ഞ പേരിൽ ഈ തൈലവും ഏത് വേദനയും മാറും. എന്റെ പവറല്ല, അതിലടങ്ങിയിരിക്കുന്ന പച്ചമരുന്നിന്റെ പവറാണ്. അതേപോലെ ന്യൂ മെഹന്തി ഹെയർ ഓയിലിൽ ഒരു 16ഓളം ചേരുവകൾ ചേരുന്നുണ്ട്. അതും ഞാൻ എങ്ങനെ മാർക്കറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒടുവിൽ ഏതാണ്ട് ഒരു 10 മാസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ചുമ, കഫക്കെട്ട്, ശ്വാസം മുട്ട്, ഗ്യാസ് ട്രബിളിൽ ഗുണം ചെയ്യുന്ന ഒരു ചുക്ക് കാപ്പി കുറിച്ച് പറഞ്ഞു. ആ ചുക്ക് കാപ്പി സാർ ഇതാണ്. ആ ചുക്ക് കാപ്പി ഇതാണ്. ഇതിന്റെ ഓണർ മോൻസി സാറാണ്. അദ്ദേഹം എറണാകുളത്ത് സ്വദേശിയാണ്. കൊച്ചിക്ക എന്ന് പറയുന്നത് കൊച്ചിയുടേത് എന്ന അർത്ഥത്തിൽ ഹിന്ദി വാക്കാണ്. എങ്ങനെയാണ് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ, അവർക്ക് ഒരുപാട് ഉപയോഗപ്രദമാകുന്നുണ്ടോ? ഉണ്ട്. അതായത് ജനങ്ങള് ഈ ചുമ കഫക്കെട്ടിലുള്ള ചൂർണം വാങ്ങുമ്പോൾ വാങ്ങിയ ആളുകൾ തന്നെ വീണ്ടും വാങ്ങുന്ന ഒരു പ്രവണത ഏവറേജ് 80% വരുന്നു. 100% ഇല്ല. കാരണം ചിലർക്ക് ഒരു ഗുണം 80%, 100% ഗുണം ചെയ്യായിരുന്നെങ്കിൽ എന്താ പറയുക, ഹോസ്പിറ്റലൊന്നും വേണ്ടായിരുന്നല്ലോ. ചുമയും കഫക്കെട്ട് അവർ ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ എന്തായാലും ഒരു 80% ജനങ്ങളിൽ നിന്ന് എനിക്ക് നല്ല റിസൾട്ടാണ് ഈ ഒരു കിട്ടുന്നത്. ഹർമലിയ അല്ലേ? ഹർമലിയ.
ഹർമലിയ ലേഹം കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ വിഷയങ്ങളെ പരിഹരിക്കപ്പെടും. അതുപോലെ ആമാശയം മുതൽ കുടൽ ഭിത്തി വരെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യപ്പെടും. അപ്പോൾ പൈൽസ്, വയറ്റിലെ പുണ്ണ്, വായിലെ പുണ്ണ് ഇതുപോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മാറും. അത് മാത്രമല്ല രക്തത്തിന് നൈസാക്കി ഇത് ഓടിക്കാൻ പറ്റും. അപ്പൊ ഈ ബ്ലോക്കുകളെ നീക്കം ചെയ്തിട്ട് രക്തത്തിന് നൈസാക്കി ഓടിക്കും. അപ്പൊ ബ്ലഡിനെ എന്ത് ചെയ്യുക, ബ്ലഡിലെ അഴുക്കുകളെ നീക്കം ചെയ്യുക. അതോടൊപ്പം വയറ്റിനെ വയർ ക്ലീൻ ആക്കുക. ട്രാൻസ്ഫോമർ ക്ലീൻ ആയാൽ ആ ലൈന് മൊത്തം ക്ലീൻ ആവുന്നതാണല്ലോ. ഫൈൽസ് ഉണ്ടെങ്കിൽ ഇത് മാറ്റി വയലെ പുണ്ണ് മാറ്റി ഇങ്ങനെയുള്ള ഒരു എക്സലന്റ് പ്രൊഡക്റ്റ് ആണ് ഹർമലിയ. അതേപോലെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് കരിഞ്ജീരക ലേഹം. ഈ കരിഞ്ജീരക ധാതുക്കൾ സമ്പുഷ്ടമാണ്. ഇത് ഉദരരോഗങ്ങൾക്കും മൂലക്കുരുവിനും ഓക്കുരുവിനും അതേപോലെ പിന്നെ ചർമ്മരോഗങ്ങൾക്കും സന്ധിവാദത്തിനും ഉറക്കക്കുറവിനും ഒക്കെ വളരെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. എക്സലന്റ് പ്രോഡക്റ്റ് ആണ്. ഒന്നുകൂടി പേര് കരിഞ്ജീരക ലേഹമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ലൈംഗികമായിട്ടുള്ള പരാജയം, ആ പരാജയങ്ങൾക്ക് നമ്മൾ ശുപാർശ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അശ്വമേധ. പ്രോഡക്റ്റ് 2 മണിക്കൂർ മുമ്പ് ഒരു സ്പൂണ് കഴിക്കുകയും 1 ഗ്ലാസ് പാല് കുടിക്കുകയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ലോങ് ലൈഫ് കിട്ടും. അതോടൊപ്പം ഉദ്ധാരണ ശേഷിക്കുറവുണ്ടെങ്കിൽ അതൊക്കെ മാറി ഒക്കെ ചെയ്യുന്ന പ്രോഡക്റ്റാണ്. ഇതുപോലെ ഇനിയും സാറേ ഒരുപാട് പ്രോഡക്റ്റുകൾ ഈ വണ്ടിക്കകത്തുണ്ട്. സാറിന് സമയമുണ്ടെങ്കിൽ എന്താ പറയുക, ഞാനിത് പരിചയപ്പെടുത്താം. അതുപോലെ പ്രധാനപ്പെട്ട എക്സലന്റ് പ്രോഡക്റ്റ് ആണ് പെയിൻ കൂൾ ഓയിൽ. ഈ കൂൾ ഓയില് ബേക്ക് ഭാഗത്ത് പെരടിയിൽ അല്പം പെരട്ടുക, 2 നെറ്റിയിലും പെരട്ടുക, 2 കയ്യിലും കുറച്ച് ഉരസി പിടിപ്പിച്ചിട്ട് മൂക്കിലേക്ക് ഒരുക്കിയിട്ട് തലവേദനയ്ക്ക് ഭയങ്കര എഫക്റ്റീവ് ഒരു പ്രോഡക്റ്റാണിത്. ഈ സാധനം വളരെയധികം ഫലപ്രദമാണ് എന്ന് മാത്രമല്ല ഒരു വീട്ടിൽ സൂക്ഷിക്കേണ്ടത് ഉത്തമമാണ്. ഇതായതുകൊണ്ട് ഞാൻ വാങ്ങിയൊരു സാധനമാണ്. സുർക്കാപ്പിയുടെ ഉത്പാദനം കൊച്ചിയിലാണ്. അപ്പൊ അദ്ദേഹം മോൻസി സാറാണ് ഇതിന്റെ ഓണർ. അദ്ദേഹം ഇതിലിട്ട പേര് കൊച്ചിക്ക എന്നാണ്. കൊച്ചിക്ക എന്ന് പറഞ്ഞാൽ കൊച്ചിയുടേത്, ദേശീയ ഭാഷയാണ്. അതെ, ദേശീയ ഭാഷയാണ്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പേരിട്ടേക്കുന്നത് കൊച്ചിയുടേത്. അപ്പൊ ഇത് വളരെ ഫലപ്രദമാണ്. വാങ്ങിയവർ ഞാൻ വീണ്ടും ഇത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹവുമായി ബന്ധപ്പെടാനുള്ള നമ്പറുകൾ എൻ്റെ കയ്യിലുണ്ട്. ഈ 3 നമ്പറുകൾ വിളിച്ചാൽ അദ്ദേഹം ഏത് ടൈമിന് എനി ടൈം അവൈലബിൾ ആയിരിക്കും. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ്. ഒരുപാട് നന്ദിയുണ്ട് റഹ്മാൻക്കയോട് പരിചയപ്പെട്ടതിലും ഒരുപാട് സംസാരിച്ചതിലും ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേട്ടതിലും ഒരുപാട് നന്ദിയാണ്. താങ്ക് യു റഹ്മാൻക്ക. നമ്മൾ വീണ്ടും കാണും. വീണ്ടും എന്നും തീർച്ചയായിട്ടും ഞാൻ ആഴ്ചക്ക് ഒരു ദിവസവും ഈ സഹായത്തില് ഞാനിവിടെ ഈ ബീച്ചിൽ വരാറുണ്ട്. എന്റെ പ്രോഡക്റ്റ് വിൽക്കാറുണ്ട്. അപ്പോ സാറ് പിന്നെ രഞ്ജിത്തിലല്ലേ, സാറിന് വിളിക്കുന്നത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. അപ്പോ രഞ്ജിത്ത് സാറിനെ കൂട്ടണം, രഞ്ജി മോനെയും കൂടെ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥനയോടുകൂടി നമുക്കൊക്കെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് നമുക്ക് രഞ്ജിത്തേട്ടനെ കൂടെ രഞ്ജിത്തേട്ടനെ വിളിക്കണം, വിളിച്ചേ പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, എന്റെ കൂടെ ഞാൻ അന്ന് പരിചയപ്പെട്ട ഒരു വ്യക്തികളിൽ ഒരാൾ കൂടിയുണ്ട്. എന്റെ ഏട്ടനാണ് രഞ്ജിത്തേട്ടൻ, എന്റെ ഇടക്കോട്ടെ രഞ്ജിത്തേട്ടൻ. ചേട്ടാ ഒന്ന് മുന്നോട്ട് വരും. റഹ്മാൻ ഖാന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് രഞ്ജിത്തിന്റെ ആ പുഞ്ചിരിയും അതേപോലെ രഞ്ജിത്തിന്റെ ആ സമീപനവും എന്നെ വല്ലാതെ ആകർഷിക്കപ്പെട്ടു. സത്യത്തില് ഇപ്പോ നമ്മൾ ഈ യൂട്യൂബിൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ രഞ്ജിത്തിന്റെ മുഖം, രഞ്ജി എന്നാണ് വീട്ടിൽ നിന്ന് വിളിക്കുക, അങ്ങനെയാണ് ഞാനും വിളിക്കുക. അപ്പൊ ഈ സൗഹൃദം മരണം വരെ നിലനിൽക്കട്ടെ. വളരെ സന്തോഷം. എല്ലാവർക്കും, പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു.